നമസ്കാരം ശ്രീല. പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായി എന്നൊരു വാർത്ത ഇന്ന് കണ്ടു. സർക്കാരിൻ്റെ കീഴിലുള്ളതാണ് ഈ നിർഭയ കേന്ദ്രം. ഈ കാണാതായ 3 പെൺകുട്ടികളിൽ ഒരാൾ പോക്സോ അതിജീവിത കൂടിയാണ്. ഈ കാണാതായതിൽ 17 വയസ്സുള്ള 2 പേരും ഒരു 14-കാരിയുമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇതാണോ നമ്മുടെ സർക്കാർ നൽകുന്ന ഒരു സ്ത്രീ സുരക്ഷ? കേരളത്തിലെ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ സർക്കാർ സ്ത്രീകളുടെ പുരോഗമനം ലക്ഷ്യമാക്കി സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീ സുരക്ഷ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോ വിഷയങ്ങളിൽ നിന്നും പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. കേസുകൾ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് നമ്മൾ കാണുന്നതാണ്. വാളയാറിലെ 2 പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അത്ര അലംഭാവത്തോടെയാണ്, എത്ര കൃത്യമായി കേസുകൾ തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമല്ലേ കേരളത്തിലെ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷയുടെ എന്താണ് അവരുടെ പോളിസി എന്നത് തുറന്നു കാണിക്കുന്നതല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇത്രയും ദിവസം അത് അടക്കിപ്പിടിച്ച് വെച്ചിരുന്നു എന്നുള്ളത് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നതല്ലേ. ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ എന്താണ് അതിപ്പോ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1.5 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് മുന്നോട്ട് വെക്കുമ്പോൾ ആ റിപ്പോർട്ടിനെ പറ്റി പഠിക്കാനോ ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന അത് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് അത് നടപ്പിലാക്കാനോ ഉള്ള ഉദ്ദേശം എന്തെങ്കിലും സർക്കാരിനുണ്ടായിരുന്നോ? അത് നമ്മൾ കണ്ടതല്ലേ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്, കേരളത്തിലെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. നേരെ മറിച്ച് ഡൽഹിയിൽ നിർഭയ സംഭവം ഉണ്ടായപ്പോൾ നമ്മളിവിടെ മെഴുകുതിരി കത്തിക്കുകയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. യുപിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ആ വിഷയത്തിലൊക്കെ നമ്മൾ പ്രതികരിക്കും. കാരണം കേന്ദ്ര സർക്കാരും മറ്റു സർക്കാരുകളും BJP സർക്കാരുകളും ഒക്കെ ആണെങ്കിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. അല്ലാത്ത വിഷയങ്ങളൊന്നും തന്നെ പ്രതികരിക്കുകയില്ല. കേരളത്തിലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വനിതാ മതിലും കവാടമൊക്കെ പണിത സർക്കാരാണ് നമുക്കുള്ളത്. അത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല അവർ വനിതാ മതിലൊക്കെ പണിതത്. വെറുതെ ശബരിമലയിൽ ആചാര ലംഘനം നടത്താനും വെറുതെ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാറാനുള്ള പിണറായി വിജയന്റെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ്. നമുക്ക് അറിയാമല്ലോ, നേരത്തെ ക്ഷേത്രപ്രവേശന വിളംബരം ഒക്കെ നടന്ന കാലത്ത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റിയ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഖ്യാതി നേടാമെന്നുള്ള പിണറായി വിജയന്റെ ശ്രമമാണ് അവിടെ തകർന്നു പോകുന്നത്. അതിനാണ് ഈ ആർത്തവ കവാടമൊക്കെ. പിന്നെ അതൊരു ബിസിനസ് ആണെന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഉപയോഗിക്കാനും അവർക്ക് മറ്റുള്ള ഇപ്പൊ മയക്കുമരുന്നിന്റെയും മറ്റു കാരിയേഴ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനും അവരുടെ സൗകര്യത്തിനനുസരിച്ച് പെൺകുട്ടികളെ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടിടത്ത് ഇവർ പുരോഗമനം പറഞ്ഞുകൊണ്ട് എന്താണ് തെരുവിലേക്ക് പെൺകുട്ടികളെ ഇറക്കുന്നത്. ഇവരുടെ സുരക്ഷയുടെ വശങ്ങൾ നമ്മൾ ഓരോന്നും കണ്ടല്ലേ. ആർഷോ, ഇവരുടെ കുട്ടി സംഘടനയുടെ നേതാവല്ലേ ആർഷോ ഒരു പെൺകുട്ടിയെ വയറിന് ചവിട്ടാൻ പോകുന്നതും ആ പെൺകുട്ടിയെ ഇല്ലാതാക്കി കളയുന്നതും ഗർഭിണിയാക്കും എന്നൊക്കെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഇതൊക്കെ കാണുന്നതല്ലേ. പിന്നെ എന്ത് സ്ത്രീ സുരക്ഷയാണ്? എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ആ വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിന് കഴിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, വേറൊരു രാഷ്ട്രീയ പാർട്ടി അവരുടെ തന്നെ ഭാഗമായിരിക്കുന്ന CPI-യുടെ വിദ്യാർത്ഥി സംഘടനക്കാരല്ലേ, AYF-കാരല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർത്തിയത്. എന്തായിരുന്നു പിണറായി വിജയന്റെ നിലപാട്? അത്തരത്തിലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന രീതിയല്ലേ CPM-നുള്ളത്. അത് ഏതെങ്കിലും ഒരു സ്ത്രീ കൊണ്ട പീഡന കേസ് കൊടുത്താൽ അവർ പറയുന്നത് എന്താണ്, പാർട്ടി കോടതി അത് തീർപ്പാക്കുമെന്നല്ലേ. ഒരു നേതാവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ ആരോപണത്തിന് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന്. അതായത് റിക്ടർ സ്കെയിലൊക്കെ വെച്ചിട്ട് ഇനി തീവ്രത കുറഞ്ഞ പീഡനം അളക്കാനുള്ള പുതിയ എന്തോ റിക്ടർ സ്കെയിൽ ഇവരുടെ കയ്യിലുണ്ട്, ശ്രീമതി ടീച്ചറിന്റെ ഒക്കെ കയ്യിലുണ്ട്. ആ സ്കെയില് വെച്ചിട്ടാണ് അവര് ഏതാണ് തീവ്രത കുറഞ്ഞ പീഡനമാണോ തീവ്രത കൂടിയ പീഡനമാണോ എന്നൊക്കെ അന്വേഷിക്കുന്നത്. ഏതായാലും കേരളത്തിലെ സ്ത്രീ സുരക്ഷ ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമല്ല. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പെൺകുട്ടികളെയാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ കേന്ദ്രങ്ങളിൽ വേണ്ടത്ര സുരക്ഷയില്ല എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു കേന്ദ്രം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ ഭാഗത്താണല്ലോ. അവിടെ നിന്നും പെൺകുട്ടികളെ അടക്കം അവിടുത്തെ പുറത്തു നിന്നുള്ളവർ രാത്രികാലങ്ങളിൽ അവിടേക്ക് ചാടിക്കടക്കുകയും അവിടുത്തെ പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു എന്നൊക്കെ ഒരു വലിയ വാർത്ത നേരത്തെ വന്നതാണ്. അന്നും ഇത്തരത്തിലുള്ള, കാരണം ഒരു സുരക്ഷാ സംവിധാനങ്ങളോ ചുറ്റുമതിലുകളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും വന്നിട്ടില്ലേ. എന്നിട്ട് എന്താണ് കേരളത്തിലെ സർക്കാർ ചെയ്തത്? കേരളത്തിലെ സ്ത്രീ സുരക്ഷയെ കുറിച്ച് ആശങ്കപ്പെടുന്ന സർക്കാർ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാർ കേരളത്തിലെ പോലീസുകാരുടെ സ്ത്രീ അനുപാതം എത്രയാണ്? 8% മാത്രമാണ് പോലീസ് സേനയിലെ സ്ത്രീ ആനുകൂല്യമുള്ളത്. സ്ത്രീകളുള്ളത് 8% മാത്രമാണ്. എന്തുകൊണ്ടാണ് പോലീസിൽ പോലും ഈ വിഷയമുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് പോലീസിൽ പോലും പലരും ഉന്നത ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും പറയുന്നത്?
ഏതാണ്ട് 251 പോലീസുകാർ കഴിഞ്ഞ 2022 കണക്ക് പ്രകാരം 251 പോലീസുകാർ ഇത്തരത്തിലുള്ള ബലാത്സംഗ പീഡന പരാതികളും ഒക്കെ ബന്ധപ്പെട്ട ആരോപണ വിധേയരായിട്ടുണ്ട് എന്ന കണക്ക് കൂടി പിണറായി വിജയൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്, മറുപടിയായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ സ്ത്രീ സുരക്ഷ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്നുള്ളതാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു 2-3 പെൺകുട്ടികളെ ഒരു കേന്ദ്രത്തിലേക്ക്, ആ കേന്ദ്രത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ 2-3 പെൺകുട്ടികൾ ചാടിപ്പോകുന്നത് എങ്ങനെയാണെന്ന്, അത്രയും സൗകര്യങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പെൺകുട്ടികൾക്ക് വളരെ സ്ട്രോങ് ആയ ഒരു സുരക്ഷ കൊടുക്കേണ്ട സ്ഥലത്ത് ഈ പെൺകുട്ടികളെ സംരക്ഷിക്കാത്തത് കൊണ്ടല്ലേ പോക്സോ അടക്കമുള്ള കേസുകളിൽ അതിജീവിതമാരായി വരുന്ന പെൺകുട്ടികൾക്ക് എന്തു സുരക്ഷയാണുള്ളത്? ഈ എവിടെ നിന്നെങ്കിലും ഒക്കെ വരുന്ന പെൺകുട്ടി, ഇപ്പോൾ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ കേസ് കോടതിയിൽ എത്തുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ അവരെ 10-15 ദിവസത്തേക്കായിരിക്കും ഈ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക്, നിർഭയ പോലുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക. ആ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നത് ആരാണ്? അതിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലോബികളുണ്ടോ? ആരാണ് ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോയത്? ഇതിനെ സംബന്ധിച്ച് ഗൗരവപരമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും പെൺകുട്ടികളെ തിരിച്ചു കിട്ടട്ടെ എന്ന നിലപാടിലേക്ക് പോലീസ് പോകുന്നു എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, കേരളത്തിലെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും തട്ടിപ്പ് മാത്രമാണ്. കേരളത്തിൽ ഒരു സുരക്ഷയും ഇല്ലെന്നേ. നമുക്ക് ഇതുണ്ടെങ്കിൽ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ റോഡിൽ പീഡിപ്പിക്കപ്പെടാതെയും ആരും കുത്തിക്കൊല്ലാതിരിക്കുകയും ആസിഡ് ഒഴിക്കാതിരിക്കുകയും ഒക്കെ നമ്മുടെ ഭാഗ്യം കൊണ്ട് മാത്രം നമ്മൾ കേരളത്തിൽ ജീവിച്ചു പോകുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇതിനി പറയുമ്പോൾ ഇടതുപക്ഷക്കാരെല്ലാം കൂടെ ചാടി ഓടി വരുമായിരിക്കും. പക്ഷെ അത് തന്നെയല്ലേ റോഡിൽ നമുക്കറിയാം, സ്കൂട്ടറിൽ പോകുന്ന പെൺകുട്ടികൾ പീഡനത്തിനിരയാകുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ കൃത്യമായ തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ കേസ് അന്വേഷിച്ച് ആ കേസ് കോടതിയിലെത്തുമ്പോൾ കൃത്യമായ രീതിയിൽ നിയമ സംവിധാനത്തിലൂടെ ഇവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കവിതി വരുന്നു. ഒരു കാലത്ത് UP സ്ത്രീകൾക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നില്ലേ? ആ UPയെ നോക്കിക്കൊണ്ട് UP എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? ഇപ്പോ മനസ്സിലാവുന്നില്ലേ UPയിൽ ഇപ്പോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായാൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്ന ഒരു സംവിധാനവും സർക്കാരും ഉണ്ടായപ്പോൾ UPയിൽ എന്താണ് സംഭവിച്ചത്? UPയിൽ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള കേസിന് കുറഞ്ഞില്ലേ? UPയിൽ ഒരു സ്ത്രീക്കും ഇപ്പൊ പേടിക്കാതെ പുറത്തിറങ്ങാവുന്ന അവസ്ഥയല്ലേ ഉള്ളത്? ഇപ്പൊ നിർഭയയുടെ കേസ് വന്നു. കേരളത്തിലൊരു നടിക്ക്, നമുക്കറിയാമല്ലോ, ഒരു നടിക്ക് റോഡിൽ പീഡിപ്പിക്കപ്പെട്ട സാഹചര്യമുണ്ട്. ക്യാമറകൾ ഇല്ല, പ്രവർത്തിക്കുന്നില്ല എന്നാണല്ലേ പറയുന്നത്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ വഞ്ചിയൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കവടിയാർ അടക്കമുള്ള ഏറ്റവും കൂടുതൽ കവടിയാർ അടക്കമുള്ള സ്ഥലങ്ങളിലെ പല ക്യാമറകളും പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? നമുക്ക് സുരക്ഷ റോഡുകളിൽ പോലുമില്ല. റോഡുകളിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതാണ്. അവരുടെ സംരക്ഷണത്തിന്, സ്ത്രീകളുടെ സംരക്ഷണത്തിന് സ്ത്രീകൾ മാത്രം രാത്രിയിൽ ഇറങ്ങി നടന്നുകൊണ്ടൊന്നും സ്ത്രീ സുരക്ഷ ഉണ്ടാവില്ല. രാത്രിയിൽ ഒരു ദിവസം നമുക്കറിയാം, ചില ദിവസങ്ങൾ ഇങ്ങനെ നടത്താറുണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുകൾ. ഏതെങ്കിലും ഒരു രാത്രി കുറെ പോലീസുകാരുടെ നടുക്കൂടെ കുറച്ച് ആൾക്കാർ നടന്നു പോയിട്ട് പറയാ സ്ത്രീ സുരക്ഷ ഇവിടെ കംപ്ലീറ്റ് ആയി. എന്ത് സ്ത്രീ സുരക്ഷയാണ് അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ? സ്ത്രീകൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടാതെയും കൊലപ്പെടുത്താതെയും ഒക്കെ കൊലപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് റോഡിലൂടെ നടക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു സ്ത്രീ സുരക്ഷാ സംസ്ഥാനമാണെന്നോ സ്ത്രീ സൗഹൃദ സംസ്ഥാനമാണെന്നോ അഭിപ്രായം എനിക്കില്ല. അത് ഞാൻ ഓരോ ഉദാഹരണങ്ങളിലൂടെയാണ് പറയുന്നത്, ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഇത്. അതായത് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ മികച്ച ഭരണാധികാരിയാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഒരു സ്ത്രീകൾക്ക് ഏത് സമയത്തും പുറത്ത് ഒന്നും പേടിക്കാതെ നടക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ ആളെ മികച്ച ഭരണാധികാരി എന്ന് പറയാൻ കഴിയുമെന്ന് പുരാണത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ നിർഭയ കേന്ദ്രത്തിൽ പോക്സോ അതിജീവിത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അപ്പോൾ ഇതിൽ 17 വയസ്സുകാരിയാണോ 14 വയസ്സുകാരിയാണോ എന്ന് നമുക്കറിയില്ല, അതാരായാലും ശരി, ആ പെൺകുട്ടി കടന്നുപോയിട്ടുള്ളൊരു മാനസികാവസ്ഥയും ഇപ്പോൾ അത് ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയും എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിക്കും കാര്യമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൻ്റെ അത് ശരിക്കും അതൊരു ട്രോമ തന്നെയാണ് ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ അതിനെ അത്രയും കെയറിങ്ങോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലത്ത് നിന്നാണ് ആ പെൺകുട്ടിക്ക് പുറത്തേക്ക് കടന്നു കളയേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അതെന്തായാലും അവിടുത്തെ നടത്തിപ്പിലുണ്ടായ പരാജയം തന്നെയല്ലേ? തീർച്ചയായും അതെ. ഇപ്പൊ ഒരു കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നു, ഈ കുട്ടികളോട് നമുക്ക് കുറച്ചുകൂടി ശിശു സൗഹൃദ സംസ്ഥാനമായി മാറണമെന്ന്. നമ്മളിപ്പോ കുട്ടികളെ എപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെപ്പോഴും കുട്ടികളെ ആക്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുക, വഴക്ക് പറയുക. കുട്ടികളെ നിലയ്ക്ക് നിർത്താനുള്ള മാർഗമായി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കുട്ടികളെ വഴക്ക് പറയുക.
കുട്ടികളെ വഴക്ക് പറയുക അല്ല ചെയ്യേണ്ടത്. കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കണം. കാരണം പണ്ടത്തെ പോലല്ല. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലും മറ്റും നമുക്ക് കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കുട്ടികൾ കുറച്ചൊക്കെ സുരക്ഷിതരായിരുന്നു. ഇന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് എല്ലാവരും മാറി. അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ്. അവർക്ക് സമയമുണ്ടാകില്ല. ഇനിയും സമയമുണ്ടെങ്കിൽ തന്നെ മിക്കവാറും എല്ലാവരും ഫോണിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ആവും. അപ്പൊ കുട്ടികളെ സംരക്ഷിക്കാനോ കുട്ടികളെ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനോ ഒന്നുമുള്ള സാഹചര്യം ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. ആ സാഹചര്യത്തിൽ കുട്ടികൾക്ക് പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാം. കുട്ടികൾ പലതരത്തിലുള്ള അപകടങ്ങളിൽ പോയി പെടുന്നുണ്ടാവാം. ഈ അപകടങ്ങളെ തരണം ചെയ്യാൻ പറ്റിയ മാനസികമായ ധൈര്യം നൽകേണ്ട സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഇത്തരത്തിലുള്ള ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾ അവിടേക്ക് എത്തുമ്പോൾ ആ പെൺകുട്ടികൾക്ക് ധൈര്യം നൽകിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോടൊപ്പം നിന്നാൽ ഒരു കാരണവശാലും ഒരു കുട്ടിയും പോവില്ല. ആ കൈകാര്യം ചെയ്യുന്ന രീതിയിലുണ്ടായ പാളിച്ചകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇത്തരത്തിലേക്ക് കുട്ടികൾ ചാടിപ്പോകുന്നതിന് കാരണമായതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ആ കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികളോട് എന്തുകൊണ്ടാണ് ചാടിപ്പോയെന്ന് ചോദിച്ചാൽ മാത്രമേ ഇതുമായി സംബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, കുട്ടികളെ നമ്മൾ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ സൈക്കോളജിസ്റ്റ് അടക്കമുള്ളവർ സേവനമുണ്ട് എന്നാണ് പറയുന്നത്. ഈ സൈക്കോളജിസ്റ്റ് അടക്കമുള്ളവർ എന്താണ് ഈ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കുട്ടികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയുള്ള സൈക്കോളജിസ്റ്റ് ആണോ എന്ന് കൂടി നമ്മൾ ഇപ്പോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ വളരെ ആശങ്കാജനകമാണ്. ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഡോക്ടർമാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ ഏത് തരത്തിലുള്ള ഡോക്ടറാണ് ട്രീറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നല്ല സൈക്കോളജിസ്റ്റുകളെ, ഏറ്റവും പ്രശസ്തരായ സൈക്കോളജിസ്റ്റുകളെ, ഏറ്റവും കൊള്ളാവുന്ന നല്ലതായ സൈക്കോളജിസ്റ്റുകളെ അവരുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കേന്ദ്രങ്ങളിൽ നിയമിക്കുകയും അത്തരക്കാരെ കൊണ്ട് തന്നെ കൗൺസിലിംഗ് നടത്തുകയും ചെയ്യണം. അത്തരത്തിലുള്ള കൗൺസിലിംഗ് നടത്തുകയും കുട്ടികളെ സുരക്ഷിതത്തോടുകൂടി ബിൽഡിങ്ങിന്റെ സുരക്ഷിതത്വവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം സുരക്ഷിതത്വം അതുപോലെ തന്നെ സെക്യൂരിറ്റി അടക്കമുള്ള ആ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ തന്നെ മറ്റൊരാൾക്ക് അടിമപ്പെടാത്ത 10, 25, 50, 100 ഒക്കെ കൊടുത്ത് അടിമപ്പെടുന്ന സെക്യൂരിറ്റികൾ ഉണ്ടെന്നേ. അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇപ്പൊ പോക്സോ കേസൊക്കെ ആണെങ്കിൽ നല്ല ശിക്ഷ കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളെ കടത്തിക്കൊണ്ടു പോകാൻ അത്തരത്തിലുള്ള ശ്രമമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ഇടങ്ങളിൽ സെക്യൂരിറ്റി ശക്തമാക്കുക, അവർക്ക് നല്ല രീതിയിൽ മെന്റൽ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് നൽകുക, ഇതൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. അക്കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളുടെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ശിശു സൗഹൃദമാണെന്നോ അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദമാണെന്നോ വാക്കുകളിൽ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് നടപ്പാക്കുന്ന ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ ആ സംവിധാനം ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് ഒരു കോളം വാർത്തയിൽ മാത്രമായി ഒതുങ്ങിപ്പോകാതെ ആ കുട്ടികൾ കാണാതായതാണോ അല്ലെങ്കിൽ ആരെങ്കിലും ചാടിച്ചതാണോ എന്ന ഒരു അന്വേഷണം കൂടി നടന്ന് ഈ കേരളത്തിലെല്ലാമുള്ള ഈ നിർഭയ കേന്ദ്രങ്ങളിൽ അഭയത്തിനായാണ് ആ കുട്ടികൾ ഒരു കാര്യം കൂടി പറയട്ടെ, ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു ലഭ്യമാകട്ടെ. സാധാരണഗതിയിൽ ഇത്തരം കേന്ദ്രത്തിലേക്ക് എത്തുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന കുട്ടികളാവും. ആ കുട്ടികളെ വേണ്ട രീതിയിൽ പരിഗണിക്കാനും ആ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുമുള്ള ശ്രമങ്ങൾക്ക് സർക്കാർ മുൻകൈ എടുക്കണം. പലപ്പോഴും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ പാർപ്പിക്കുന്ന ഇടങ്ങളിൽ അത്തരത്തിലുള്ള ഇങ്ങനെയൊക്കെ പാർപ്പിച്ചാൽ മതി എന്ന രീതിയിലുള്ളൊരു തോന്നലായിരിക്കും ഉണ്ടാവുക. ആ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത്. അത് വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സ്കൂളുകളിലെല്ലാം കുട്ടികൾക്ക് കൗൺസിലിംഗ്, നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുക്കുകയും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക വേണം. പലപ്പോഴും ഇത്തരം വാർത്ത ചെയ്യുമ്പോൾ ഒരു പക്ഷേ പ്രേക്ഷകർ ഇത് കൂടുതലായി കാണുന്നുണ്ടാവില്ല. പക്ഷേ എങ്കിലും നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ സോഷ്യൽ കൺസേണോ ഇത്തരം വിഷയങ്ങളോ അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് അടക്കമുള്ള വിഷയങ്ങൾ, എനിക്കൊരു ചാനലുണ്ട് ഭാരതത്തിലിരുന്നു, ഞാൻ അതിലൊക്കെ വാർത്ത ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാരുടെ എണ്ണം 400 പേരൊക്കെ ഇത്തരം വിഷയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയും ചെയ്യും. ഇതൊന്നും സർക്കാരിന്റെ ഔദാര്യമല്ല, മറിച്ച് ജനത്തിന്റെ അവകാശമാണ് എന്ന് തന്നെ സർക്കാർ മനസ്സിലാക്കേണ്ടതാണ്. അതെ, തീർച്ചയായും. നന്ദി ശ്രീല.